ആ എന്താണ്? സോറി അമ്മ, ഞാൻ കേട്ടില്ല. താങ്ക് യു. നല്ല കാറ്റുണ്ട് അമ്മ ഇവിടെ. അപ്പൊ പിന്നെ ഇവിടെ ഇരുന്ന് നല്ല റേഞ്ചും ഉണ്ട്. അതിനിപ്പോ എന്റെ കയ്യിൽ ഫോണില്ലല്ലോ. അല്ല അമ്മ, മീര മോട്ടുമൊക്കെ ഇവിടെ ഇവരൊന്നും വന്നപ്പോ മുതൽ കാണാനില്ലല്ലോ. ആ ഈ ചായ കുടിച്ചിട്ട് പോവാ. എന്താ അമ്മ അങ്ങനെ പറയാൻ കാരണം? പണ്ട് ഞാൻ ചെറുതാവുമ്പോ ഇവിടെ തന്നെയായിരുന്നു ഞാൻ വന്നിരിക്കല്. നല്ല കാറ്റാ. ശരി, അവിടെ നല്ല കാറ്റുണ്ട്. ചായ നീ കുടിച്ചില്ലേ? ആര്? ഇതെന്താടി സന്തൂറിന്റെ പരസ്യോ? ഓക്കെ അമ്മേ, ഞാൻ ഫോണിൽ കളിക്കൂല. പോരെ? എന്ത് കളിക്കാൻ? ഞാനൊന്നുമില്ല നിങ്ങളെ പോലെ ചെറിയ കുട്ടികളെ കൂടെ കളിക്കാൻ. ശരി, എന്ത് കളിക്കാനാ? അയ്യേ, ഞാനൊന്നുമില്ല ഒളിച്ചു കളിക്കാൻ. വേറെ വല്ല കളിയും പറ. നമുക്ക് കള്ളൻ പോലീസും കളിക്കാം. എണ്ണ തേച്ചാ മുടി പറ്റി കിടക്കൂ. അമ്മമ്മ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഒരു കൊട്ട എണ്ണ വാരി തേക്കും. പിന്നെ മുടിയൊക്കെ കൂടി ഇങ്ങനെ പറ്റിയിരിക്കും. ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് ഇവിടെ ഫ്രണ്ട്സ് ഒന്നുമില്ലേ? പിന്നെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ? അവരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയിണ്ടാവില്ലേ? ആരെങ്കിലും മക്കളുണ്ടായിരുന്നു കളിക്കാനോ? അതിനെന്തിനാ വേറെ കുട്ടികൾ? നിങ്ങൾക്ക് മൂന്നാൾക്കും കൂടി കളിച്ചാ പോരെ? ഞങ്ങൾ മൂന്നാളും തന്നെയല്ലേ എപ്പോഴും കളിക്കുന്നേ. മടുത്ത്. നിങ്ങൾ വീടൊക്കെ ചുറ്റിക്കാണാൻ പോയിട്ട് എന്തൊക്കെ കണ്ട്? കൊറേ എന്തൊക്കെയോ കണ്ടമ്മേ. ഈ കാര്യം പറഞ്ഞപ്പോഴാ എടാ മോട്ടോ ചോദിക്ക്. എന്ത് ചോദിക്കാൻ? ഒരു കാര്യം ഉണ്ടമ്മേ, അത് അവൻ ചോദിക്കും. എന്ത് കാര്യം? ഈ വീടിന്റെ ബാക്കിൽ ഒരു വലിയ വീടുണ്ടല്ലോ, അതാരുടെ അമ്മേ? ഏത് വീട്? എന്റെ അമ്മ ആ മറ്റേ വലിയ പറമ്പില് ഒരൊറ്റ വീടായിട്ട്. നിങ്ങൾ അങ്ങോട്ട് പോയോ? പോയില്ല, ഞങ്ങൾ പക്ഷെ ദൂരേന്ന് കണ്ട്. നിങ്ങളോട് ആരാ ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറഞ്ഞേ? അങ്ങോട്ടൊന്നും പോകരുത് ഇനി. എന്താ അമ്മ അവിടെ? ഇപ്പൊ നീ അറിയണ്ട. മീരേ മോട്ടു, നീ അങ്ങോട്ട് പോയാൽ എന്റെ അടുത്ത് നല്ലോണം കിട്ടുവേ. അല്ലമ്മ, അവിടെ എന്താ അത്ര ദേഷ്യം പിടിക്കാൻ? അതെന്നെ, അവിടെ കുറെ കഥകളുണ്ട്. അതൊന്നും ഇപ്പൊ പറഞ്ഞു തരാൻ പറ്റില്ല. കുറച്ച് കഥ ഉണ്ട് അവിടെ, ഒന്നും ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. പറ അമ്മ, എന്തായാലും ബോറടിച്ചിരിക്കല്ലേ, ഒരു പണിയില്ലല്ലോ. ഇപ്പൊ പറയാൻ പറ്റൂല. പറ അമ്മ, എന്ത് കഷ്ടാണ്. അതിപ്പോ ഞാൻ ഇനിയിപ്പോ നിങ്ങളോട് പറയാ. എന്താ അത്രയ്ക്ക് പ്രശ്നമുള്ള കഥയാ? ആ വീട് അത്ര നല്ല വീടൊന്നുമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? അവിടെ പണ്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നം? അമ്മ ആ കഥ പറഞ്ഞിട്ടാ. പറഞ്ഞുതരാം. പക്ഷെ ഈ കഥ ഞാൻ പറഞ്ഞെന്ന് അമ്മമ്മേനോടൊന്നും പറഞ്ഞേക്കരുത്. പറയില്ല. ഇത് അന്വേഷിച്ച് അങ്ങോട്ട് പോവാനും നിൽക്കരുത്. ഇല്ല അമ്മ പറ. പണ്ട് അവിടെ വലിയൊരു തമ്പുരാനും അയാളെ ഭാര്യയും താമസിച്ചിരുന്നു. അവർക്ക് 4 മക്കളുണ്ടായിരുന്നു. എന്നിട്ട് 4 മക്കളും നല്ല സ്വഭാവമുള്ള കുട്ടികളായിരുന്നു. 4 മക്കൾ അറിയുമ്പോ മൊത്തം ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? 2 ആൺകുട്ടിയും 2 പെൺകുട്ടി. എന്നിട്ട് അങ്ങനെ ഇവരെ കല്യാണമൊക്കെ കഴിഞ്ഞു. 4 മക്കളെയും കല്യാണം കഴിഞ്ഞു. 2 പെൺകുട്ടികളും കഴിഞ്ഞു, 2 ആൺകുട്ടികളും കഴിഞ്ഞു. അങ്ങനെ ഇവരെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ നിൽക്കുന്നത് ഇവിടെയാ. നേരത്തെ കണ്ട വീട്ടിലോ? നേരത്തെ കണ്ട വീട്ടില്. അങ്ങനെ ഒരു ദിവസം ഇവര് ഈ സ്വത്ത് വീതം വെക്കുന്ന സമയം വന്നു. സ്വത്ത് വീതം വെക്കാന്ന് വെച്ചാ പൊട്ടത്തി മറ്റേ ഷെയർ ഇല്ലേ? മനസ്സിലായി. കണ്ടിന്യൂ. അന്ന് ഇവർ 4 മക്കളും കൂടി പൊരിഞ്ഞടി. എന്ത് സംഭവിച്ചു? ഈ തോക്ക് കയറി വെടിവെക്കില്ലേ?
പറഞ്ഞുതരാം. ആ ഓക്കെ ഓക്കെ സോറി അമ്മേ, യു കണ്ടിന്യൂ. അങ്ങനെ ഇവര് വീതം വെച്ച് അവസാനം അച്ഛനും അമ്മയ്ക്കും ഒന്നുമില്ലാണ്ടായി. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞ് ഞങ്ങൾക്ക് ഈ വീട് വേണമെന്ന്. പക്ഷെ മക്കളോ സമ്മതിക്കേ ചെയ്തില്ല. അച്ഛന്റെയും അമ്മന്റെയും കാലശേഷമായിരുന്നു മക്കൾക്ക് ഈ വീട്. അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മക്കളെല്ലാരും പിരിഞ്ഞുപോയി. പക്ഷെ അച്ഛനും അമ്മയ്ക്കും വയസ്സായിട്ട് നടക്കാനോ ഇരിക്കാനോ ഒന്നും വയ്യാണ്ടായ സമയത്ത് ഇവരെ ഈ രണ്ട് മക്കളും കൂടി ഇവരെല്ലാരും കൂടി അടിച്ചു പുറത്താക്കി. ആരടിച്ചു പുറത്താക്കി? അച്ഛനും അമ്മേനെയും. അല്ലേ? അതെ. പക്ഷെ ഈ അച്ഛനും അമ്മയും ഇറങ്ങാൻ തയ്യാറായില്ല. ഇവർക്ക് ഈ വീട് വിട്ടു കൊടുക്കൂലെന്ന് അച്ഛനും അമ്മയും കൂടി വാശി പിടിച്ചു. അങ്ങനെ ഈ മക്കളെല്ലാരും കൂടി രാത്രി വന്നിട്ട് അച്ഛനും അമ്മയും ഉറങ്ങുന്ന സമയം നോക്കി വീടിന് തീയിട്ട്. അങ്ങനെയാണ് ആ വീട് അങ്ങനെയായത്. അച്ഛനും അമ്മയും അതിന്റെ ഉള്ളിൽ കിടന്ന് മരിച്ചും പോയി. പക്ഷെ ഇപ്പോഴും പറയുന്നത് ആ വീടിന് ചുറ്റും ആ അച്ഛന്റെയും അമ്മേന്റെയും പ്രേതം അങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ടെന്നാ. അതുകൊണ്ട് ഇപ്പൊ ആ വീട് ആർക്കും വേണ്ടാണ്ട് കിടക്കുക. ഇപ്പൊ അവരെ മക്കൾ പോലും അങ്ങോട്ട് വരയില്ല. എന്ത് ദുഷ്ടന്മാരല്ലേ അച്ഛനും അമ്മേനെ ഒരു വീടിന് വേണ്ടി കൊന്നത്. ആ വീടിന് പിന്നിൽ ഇങ്ങനത്തെ സ്റ്റോറി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അമ്മമ്മേനോടൊന്നും പറഞ്ഞേക്കരുതിട്ടാ ഞാൻ പറഞ്ഞത്. ഇല്ല അമ്മേ, ഞങ്ങൾ പറയില്ല. സജിനൊന്ന് മാറിക്കേ, ഞാൻ ഇപ്പൊ വരാം. എന്നാലും വല്ലാത്ത സ്റ്റോറി തന്നെയല്ലേ ചേട്ടാ? അല്ല എന്നാൽ നിങ്ങൾ ഏത് വീടിനെ പറ്റി പറഞ്ഞേ? ചേട്ടൻ കണ്ടിട്ടില്ല ആ വീട്? ഞാൻ കണ്ടില്ല. ഏത് വീടാ? ചേട്ടാ ഞങ്ങൾ കൂടെ വാ, ഞങ്ങൾ കാണിച്ചു തരാം. വാ ചേട്ടാ, കാണിച്ചു തരാം. അല്ല അമ്മ അങ്ങോട്ട് പോണ്ടാന്നല്ലേ പറഞ്ഞേ, അപ്പൊ നമ്മൾ പോണോ? അതിന് നമ്മുടെ വീടിന്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല ചേട്ടാ. നമ്മളെ വീട്ടിൽ നിന്ന് നോക്കിയാ വീട് കാണാൻ പറ്റും. വാ കാണിച്ചു തരാം. എന്തായാലും ഒന്ന് കണ്ടു കളയാം. സ്റ്റോറിയൊക്കെ കേട്ട സ്ഥിതിക്ക് കാണണ്ടേ. വാ നടക്ക്. പോവാ. നടക്ക്.